ഇന്നത്തേത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായക്കടിയായിട്ടൊക്കെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ജീരകശാല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസ് വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വെള്ളമൊക്കെ വാർന്ന് നന്നായിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷമുള്ളതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരിയൊക്കെ ചെയ്തെടുക്കുന്നതാണെങ്കിൽ 2 ബാച്ചായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിലോട്ടേക്ക് വളരെ കുറഞ്ഞൊരളവിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ ജീരകം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി. അപ്പോൾ ആ ഒരു കളറ് നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ടേക്ക് 1 മുട്ടയാണ്. അപ്പോൾ 2 കപ്പ് അരി എടുക്കുന്നുണ്ടെങ്കിലും 1 മുട്ട ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരിത്തിരി വളരെ കുറഞ്ഞൊരളവിൽ സവാളയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാളയോ ചെറിയ ഉള്ളിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരിത്തിരി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. മുട്ട കൂടി ചേർത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് ഉള്ളത്. ഇനി ആ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് മാവിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കണ്ടോ, നമ്മൾ തവി വെച്ചിട്ട് ഒഴിക്കുന്ന സമയത്ത് ഒത്തിരി കട്ടിയായി പോകാനും പാടില്ല, ഒത്തിരി ലൂസായി പോകാനും പാടില്ല. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അരച്ച മാവ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മസാല ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിക്കനിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബീഫിൽ. ചിക്കനും ബീഫും ഒന്നും കയ്യിലില്ലെങ്കിൽ മുട്ട ചിക്കി എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞൊരളവിൽ മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായി അരവ് പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കൻ എടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഇനി നമ്മളിത് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആദ്യത്തെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുന്ന സമയം വരെ മാത്രം 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ബീഫിലാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ബീഫിന് കണക്കായിട്ടുള്ള മസാല ഇട്ടിട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കനും ബീഫും രണ്ടും കയ്യിലില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിന് ശേഷം ഒരു മസാല കാണിക്കുന്നുണ്ട്. സവാള ഇതൊക്കെ ഇട്ടിട്ടില്ലേ, ആ മസാലക്കകത്തോട്ടേക്ക് 2-3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ചിക്കി എടുത്തിട്ട് വേണമെങ്കിൽ അതും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ, കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ചിക്കനിലോ ബീഫിലോ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ചിക്കൻ നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം ചിക്കൻ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. ഇനി അതേ എണ്ണയിലോട്ടേക്ക് തന്നെ നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഒരു ചെറിയ സവാള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലോട്ടേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ. അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അധികം സ്പൈസി ആയിട്ടല്ല ചെയ്യുന്നത്, കുഞ്ഞിനൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ 1 പച്ചമുളക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സവാള ഒത്തിരി കളറ് മാറി വരുന്ന രീതിയിലൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വഴണ്ടൊന്ന് സോഫ്റ്റായി വരുമല്ലോ, ആ ഒരു പാകത്തിന് മാത്രം തയ്യാറാക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ട് ആ ഒരു എണ്ണയിൽ തന്നെയാണ് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് എപ്പോഴും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരിത്തിരി ഗരം മസാല പൗഡറും അതുപോലെ തന്നെ ഒരിത്തിരി മാത്രം 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ചൊരു 2 നുള്ള അളവിൽ മാത്രം മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ മുളക് പൊടിയുടെ അളവിൽ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചൂടാറിയതിന് ശേഷം ഒന്നുകിൽ കൈ വെച്ചിട്ട് പിച്ചിയെടുക്കുക, അതല്ലെങ്കിൽ എല്ലോട് കൂടിയുള്ള ചിക്കൻ ആണെങ്കിൽ ഒന്ന് എല്ലിൽ നിന്ന് മാറ്റിയതിന് ശേഷം
മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടിട്ട് ചെറുതായിട്ട് ഒരൊറ്റ തവണ ഒന്നിങ്ങനെ ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളതാണിത്, ഒതുക്കിയെടുത്തിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടും. ബീഫാണെങ്കിൽ ബീഫും അതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ മുട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഈ മസാല റെഡിയായി കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചിക്കിയെടുത്താൽ മതി. നല്ല ചെറുതായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ചിക്കിയെടുക്കാറുണ്ടല്ലോ, ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സായി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയുടെ ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടമെങ്കിൽ കറിവേപ്പില തന്നെ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് നമ്മൾ മസാലക്കൂട്ടായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ചിക്കനിലൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഈ ഒരു അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇഡ്ഡലിപ്പാത്രത്തിനകത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക, നല്ലതുപോലെ ആവി വരുന്ന സമയത്ത്. അപ്പോൾ ഈ തട്ടിനകത്ത് ഞാൻ എണ്ണയാണ് തടവി കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് തടവി കൊടുത്താലും മതി. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നെയ്യാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എണ്ണയാണ് തടവിട്ടുള്ളത്. ഇതിൻ്റെ 1/4 ഭാഗം മാത്രം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകിൽ കൈ കൊണ്ടോ അതല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ ഇതുപോലെ മസാല നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെതറി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം മസാല മുകൾ ഭാഗത്ത് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആവിയിലൊക്കെ വേവിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ മസാല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാത്തിനകത്തും. അപ്പോൾ ഒത്തിരി അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഈ ഒരു ഇത്തിരി മസാല കൂട്ടുകൊണ്ട് അതുപോലെ ഈ 1 കപ്പ് അരി കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അളവിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതുമാണ്. ഞാൻ സാധാരണ ഇതുപോലെ മസാല ഉണ്ടാക്കി വെച്ച് മാവ് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മുടെ കയ്യിൽ ബീഫും ചിക്കനും ഇല്ലെങ്കിൽ മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ മതി. ഒരു 10 മിനിറ്റ് തന്നെ വേണ്ട, അതിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തിട്ടില്ല, അതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ആവിയിൽ വെച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പലഹാരമാണ്. നിങ്ങൾക്ക് ഫ്രൈ ചെയ്യുന്ന നേരത്തെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒട്ടും തന്നെ എണ്ണയില്ലാതെ ചിക്കൻ വേവിച്ചെടുത്തിട്ട് വേണമെങ്കിലും ഈ റെസിപ്പി, അതായത് എണ്ണ ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ മലബാറിൻ്റെ ഓരോ സൈഡിലും ചെയ്യുന്ന രീതികളിലൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തരും ചെയ്യുന്ന രീതി വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാകും. ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു പലഹാരം തന്നെയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.